ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ഞങ്ങളിന്ന് പള്ളിയിൽ പോകണം, ഞായറാഴ്ചയല്ലേ, പിള്ളേർക്ക് ഇന്ന് പള്ളി ഉണ്ടെന്ന് ഓർത്ത് ചായയൊക്കെ വെച്ചു. അപ്പോൾ ചായയൊക്കെ ഒന്ന് കുടിപ്പിച്ച് പിള്ളേരെ പള്ളി വിട്ടതിന് ശേഷം മീൻകറി വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, കരിവേപ്പില ഇട്ട് കൊടുത്തു, കടുകും ലേശം ഉലുവയും ഇട്ട് കൊടുത്തു. അതിന് ശേഷം അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരച്ചത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് അരച്ചെടുക്കരുത് കേട്ടോ, അപ്പോൾ ചാറിന് നല്ല കൊഴുപ്പും കിട്ടും. പിന്നീട് ചെറിയ ഉള്ളിയും സവോളയും കൂടി ഇട്ട് നന്നായിട്ട് വഴണ്ടതിന് ശേഷം മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയും കറിവേപ്പില ഇട്ടിട്ട് കുടമ്പുളി ഇട്ട് വെച്ച് വെള്ളം കൂടി ഇട്ട് നന്നായിട്ട് ഇട്ടിട്ട് അതിലേക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചതിന് ശേഷം നല്ല അയലയിട്ട് വെക്കും. അത് പാകത്തിന് വെന്തിരിക്കുന്നു കേട്ടോ. അത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരും പള്ളി കഴിഞ്ഞ് വന്നു. പിന്നെ ഞാൻ ചക്ക ഇതുപോലെ അരിഞ്ഞ് ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ചക്കയും അടുപ്പിൽ കയറ്റി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതും വേവിക്കാൻ വെച്ച് കേട്ടോ. അതിന് ആവശ്യത്തിനുള്ള പച്ചമുളകും വെളുത്തുള്ളി ചേർക്കും ചക്കയ്ക്ക്, ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മഞ്ഞളും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം തേങ്ങ ഇടുള്ളൂ. തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ ഒത്തിരി അരഞ്ഞു പോകരുതല്ലോ. അങ്ങനെ ചക്കയുടെ തേങ്ങ അരപ്പും എല്ലാം ഇട്ടതിന് ശേഷം അതും റെഡിയായി. പിള്ളേരും എല്ലാവരും പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നു. ഞങ്ങൾക്ക് ഇന്ന് ഒരു കല്യാണ കുർബാനയുണ്ട്, അതുകൊണ്ട് ഞങ്ങളിന്ന് തൃശ്ശൂരിലെ കല്യാണത്തിന് ആ കുർബാനയ്ക്കാണ് പോകുന്നത്. പിന്നീട് ഇപ്പം ഞങ്ങളെല്ലാവരും അപ്പം അങ്ങനെ വന്ന് ചക്കയെല്ലാം റെഡിയായി. നല്ല ചക്കപ്പുഴുക്കും നല്ല കുടമ്പുളി ഇട്ട് വറ്റിച്ച അയലക്കറിയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.